ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഒരു കർഷകനെ സംബന്ധിച്ച് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ്റെ കൃഷിയിടത്തിൽ അവന് ലഭിക്കുന്ന വിളവുകൾ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പയർ ഇട്ടിരുന്ന ഒരു കൃഷിയിടമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഏകദേശം 3 തരം, അതായത് പയറിന് പുറമെ 3 തരം വിഭവം കൂടി നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ കഴുത്തൻ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലം മുതൽക്കേ കണ്ടുവരുന്ന നാടൻ കഴുത്തനാണ്. അപ്പോൾ ഈ നാടൻ കഴുത്തൻ ഇതിനകത്ത് നമ്മുടെ ചാണകം കൊടുത്തതിൻ്റെ പ്രകാരം ചാണകത്തിൽ നിന്ന് പൊടിച്ച് കയറിയതാണ്. രണ്ടാമത് ആ ഉണ്ടക്കഴുത്തൻ, ആ കഴുത്തനും നമുക്ക് ചാണകത്തിലൂടെ കിടന്ന് പൊടിച്ചതാണ്. ഇനി വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവനാണ് നമ്മുടെ അടുത്ത ബോണസ്. നമുക്ക് ഓണം വരുന്നതേ ഉള്ളൂ, അതിനു മുന്നേ നമുക്ക് ബോണസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൃഷിയിടത്തിൽ നിന്ന് പയറിന് പുറമെ, പയർ കൃഷിയാണ് പ്രധാനമായിട്ടും ചെയ്തത്, പക്ഷേ പയറിന് പുറമെ 2 തരം കഴുത്തനും മത്തനും കിട്ടിയിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ തൈകൾ നട്ടതോ പൊടിപ്പിച്ചതോ ഒന്നുമല്ല, നമ്മൾ ഉപയോഗിച്ച ചാണകത്തിലൂടെ കിടന്ന് പൊടിച്ച് നമ്മുടെ ഈ പന്തലിലേക്ക് കയറിയതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പായിട്ട് ഇതിൽ പാവലിടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു വിളവ് ഇങ്ങനെ കിടക്കുന്ന കാരണം അതൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി നമ്മൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം.